മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ലീഗുമായി ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ വരികയാണ്. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. താങ്കൾ LDFിൻ്റെ ഭാഗമായി നിൽക്കുന്നു, മന്ത്രിയായിരുന്നു. ഇപ്പോൾ ലീഗുമായി ഒരു ചർച്ച നടത്തിയെന്നും ലീഗിലേക്ക് പോകാനുള്ള ഒരു ആലോചനകൾ നടക്കുന്നുവെന്നുമാണ് വാർത്തകൾ വരുന്നത്. സാധാരണഗതിയിൽ എല്ലാ നല്ല പ്രൊഡക്റ്റിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്ന കാലമാണിത്. ഇവിടെ വ്യക്തിപരമായി അല്പം നല്ല നിലവിൽ നിൽക്കുന്ന ആളുകളൊക്കെ മോശമാക്കി കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമാണ്. ഒരു കാലത്തും ലീഗുമായി അത്തരം ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധം സ്ഥാപിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ 2.5 വർഷക്കാലം മന്ത്രിയായിരുന്ന ആളാണ്. എൻ്റെ രാഷ്ട്രീയ നിലപാടുകളനുസരിച്ച് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കണം എന്ന ശക്തമായ നിലപാടുള്ള ആളാണ്. അത്തരം ഒരാളെക്കുറിച്ച് എന്തിനാണ് ഇത്തരം കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്കറിയില്ല. അങ്ങനെ പ്രചരണം നടത്തുന്നവർ അതിന് ഉപോത്ഭകമായ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് ഹാജരാക്കലാണ് മാന്യത. PMA സലാം താങ്കളുടെ സഹപ്രവർത്തകനായിരുന്നു. അഖിലേന്ത്യാ ലീഗിലും പിന്നീട് INL ഒക്കെ ഉണ്ടായിരുന്നു. ഈ PMA സലാമുമായിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു? PMA സലാമുമായിട്ട് അല്ല, CM സലാമിൻ്റെ പിതാവ് പീച്ചിമണൽ മുഹമ്മദ് ഹാജിയുമായി എനിക്ക് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. അന്ന് PMA സലാം വിദേശത്തായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ INL രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടുകളോട് അതിശക്തമായ വിയോജിപ്പ് എക്കാലവും പ്രകടിപ്പിച്ച ഒരാളാണ് ഞാൻ. സമീപകാലത്തൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കാണലോ സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ അകത്ത് അദ്ദേഹത്തിനെതിരെ ഉരുണ്ടുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളെ അവരാണ് തീർക്കേണ്ടത്. അതിൽ ഞങ്ങൾ കാര്യം അങ്ങനെ ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അത് അവർ തീർക്കണം. അതിൽ INL യാതൊരു ബന്ധവും അക്കാര്യത്തിലില്ല. ഇപ്പോൾ CPM ആണെങ്കിൽ പോലും ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. ലീഗിനെ കുറച്ച് തഴുകി തലോടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ CPMനൊപ്പം നിൽക്കുന്ന INL ആണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ. അതിൻ്റെ ഒരു അതൃപ്തിയോ അങ്ങനെ എന്തെങ്കിലും പ്രകടമായിട്ടുണ്ടോ? ശരി, ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം മുന്നണിയിൽ ഘടകകക്ഷിയല്ലാത്ത കാലത്തും നിന്ന ആളുകളാണ്. അത് ഒരു പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾക്കുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തോടൊപ്പം നിന്നത്. മുന്നണി പ്രവേശനം ഞങ്ങൾക്ക് സാധ്യമാകുന്നത് നീണ്ട 25 വർഷക്കാലത്തെ ഒറ്റക്കുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. മുന്നണിക്കകത്ത് വന്നപ്പോഴും വളരെ നല്ല ബന്ധമാണ് ഇടതുപക്ഷ മുന്നണിയുമായി തുറന്നു വന്നിട്ടുള്ളത്. അതിനെ ഇല്ലാതാക്കാൻ ചില ഗൂഢശക്തികളുടെ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില ന്യൂസ് ക്ലിപ്പുകൾ കൃത്രിമമായി സൃഷ്ടിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ഇടക്കാലത്ത് INL നിന്ന് പുറത്താക്കപ്പെട്ട ചില ആളുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗും INL നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളും ഒത്തുചേർന്ന് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണിത്. ഈ നേരത്തെ പ്രതികരണം എന്ന് പറയുന്നത് ഈ സമസ്തയും ലീഗും തമ്മിൽ ഒത്തുപോകേണ്ടവരാണ്, സമസ്തയും ലീഗും തമ്മിലുള്ള രമ്യമായി പരിഹരിക്കണം എന്നൊക്കെ താങ്കൾ ലീഗിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തിയതാണ് ഈ ഒരു ചർച്ചയിലേക്കൊക്കെ പോയത്. അങ്ങനെയല്ല സാഹചര്യം. സമസ്തയുടെ മുൻ പ്രസിഡന്റ് AP മുഹമ്മദ് മുസ്ലിയാരുടെ മക്ബറ ഞാൻ സന്ദർശിച്ചിരുന്നു. ആ വേളയിൽ അവിടെ നിന്നൊരു ചാനൽ പ്രതിനിധി എന്നോട് ചോദിച്ചു, മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നിപ്പിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു സംഘടനയും ഭിന്നിക്കുന്നത് ഗുണകരമല്ല. സ്വാഭാവികമായും ബഹുഭൂരിപക്ഷം വരുന്ന അണികൾ സമസ്തക്കകത്ത് മുസ്ലിം ലീഗുകാരായുണ്ട്. സമസ്തയുടെ ഡ്യൂട്ടി മതപരമായ പ്രവർത്തനങ്ങളാണ്, ലീഗിൻ്റെ ഡ്യൂട്ടി രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ അവർ ഒരിക്കലും തന്നെ അതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല, ഒന്നിച്ച് നിൽക്കുക എന്നാണ് അഭികാമ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ INL പിളർപ്പുണ്ടായതോടുകൂടി INL 2 പ്രബലമായ ശക്തികളായി മാറി. അതിനകത്ത് ഇപ്പോൾ മുന്നണിക്കകത്ത് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഔദ്യോഗിക വിഭാഗം എന്ന രീതിയിൽ താങ്കളുടെ വിഭാഗമാണ്. ഈ പിളർപ്പ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട് സൗത്ത് സീറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണിയിലെ സാന്നിധ്യത്തെയൊക്കെ ബാധിക്കുമെന്നൊരു ആശങ്കയുണ്ടോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് INL ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയല്ല. ഞങ്ങൾ എല്ലാ അധികാര സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ആ അധികാരം വേണ്ടെന്ന് പറഞ്ഞ് പുറത്തു വന്നവരാണ്. നീണ്ട 25 വർഷക്കാലം ഒരു മുന്നണിയുടെയും പിന്തുണ ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമായി ചേരണമെന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം തന്നെയായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് അത് യാഥാർത്ഥ്യമായത്. ആ ബന്ധത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകർച്ചയുണ്ടാക്കുന്ന ഒരു ശ്രമവും INL ഭാഗത്തുണ്ടാവുകയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ INL പിളർപ്പുണ്ടായിട്ടില്ല. INLൻ്റെ ദേശീയ നേതൃത്വം അച്ചടക്ക നടപടിയുടെ ഭാഗമായി 1-2 പേർക്കെതിരെ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒരു നടപടിയും സ്വീകരിക്കാതെ ഒരു പാർട്ടിക്കും അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയാൽ അതെങ്ങനെയാണ് INL ആകുന്നത്?
അപ്പോൾ അതിന് ഇതിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ അവർക്ക് നമ്മുടെ രാഷ്ട്രീയ ശത്രുതയുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ശത്രുക്കളായ മുസ്ലിം ലീഗും അവരും ചേർന്ന് കൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഇപ്പം നടന്നു വരുന്നത്. ഈ മുന്നണിയിൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ INLൻ്റെ അംഗത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശങ്കകളൊന്നും നിൽക്കുന്നില്ല? ഒരാശങ്കയും നിലനിൽക്കേണ്ട സാഹചര്യമില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ INLൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഞാൻ ഇടതുപക്ഷ മുന്നണി യോഗങ്ങളിൽ പങ്കെടുത്ത് വരികയാണ്. എന്താണ് അങ്ങനെ സംശയം വരാനുള്ള കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളൊക്കെ ഒരു ഗോസിപ്പുകൾ മാത്രമായി അവസാനിക്കും. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളുകളെ അവരുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാൻ പല ശ്രമങ്ങളും പലതരത്തിലും നടക്കും. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമാണിത്. KM ഷാജിയുമായിട്ടൊക്കെ എങ്ങനെയാണ് നല്ല ബന്ധം? ഷാജിയെ കണ്ടിച്ചിന് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും. ഷാജിയും ഞാനുമായിട്ട് അങ്ങനത്തെ ഒരു അടുത്ത ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തെ എനിക്കറിയാം, എന്നെ അദ്ദേഹത്തിനും അറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അഹമ്മദ് ദേവർകോവിൽ ഈ ഒരു ചർച്ചകളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല. ലീഗിലേക്ക് പോകാനുള്ള ഒരു തരത്തിലുള്ള നീക്കവുമില്ല. ലീഗ് INLൻ്റെ രാഷ്ട്രീയ ശത്രുവായി തന്നെ നിലനിൽക്കും എന്ന് അദ്ദേഹം അടിയുറച്ച് പറയുകയാണ്.